വെൽക്കം ടു ഓൾ. നമുക്ക് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്നൊരു ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പ്രൊഡക്ടിവിറ്റി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഐഡൻറ്റിഫൈ പ്രൊഡക്ടിവിറ്റി പ്രോബ്ലം. എന്നിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഐഡൻറ്റിഫൈയിങ് പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് ആൻഡ് taking steps to solve these problems so as to improve productivity continuously. അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പ്രൊഡക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ എല്ലാ ഫാക്ടേഴ്സും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത്. സോ ഈ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്നത് വാട്ട് പ്രൊഡക്ടിവിറ്റി ഈസ്, എന്താണ് പ്രൊഡക്ടിവിറ്റി, ഹൗ ഇറ്റ് ഈസ് മെഷേർഡ്, എങ്ങനെയാണ് അത് മെഷർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വാട്ട് എ കമ്പനി ക്യാൻ ഡൂ ടു ഇൻക്രീസ് ഇറ്റ്, അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. നമുക്ക് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വി ക്യാൻ ഡിഫൈൻ. ഫസ്റ്റ് ടോട്ടൽ എന്ന് വെച്ചാൽ എന്താണ്, കമ്പനിയുടെ എല്ലാ റിസോഴ്സുകളും എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ദെൻ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എല്ലാ കോണ്ടെക്സ്റ്റുകളിലും ഇൻക്രീസ് ചെയ്യണം. മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഡയറക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇൻ്റഗ്രേറ്റഡ് ആൻഡ് വിസിബിൾ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആ പ്ലാൻ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് അപ്രോപ്രിയേറ്റ് പെർഫോമൻസ് മെഷർമെൻറ്റ് സിസ്റ്റം. സോ ഓവറോൾ ആയിട്ട് കമ്പനിയുടെ റിസോഴ്സുകൾ എഫക്റ്റീവ്ലി യൂസ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്ത് ബിസിനസ് ഡയറക്ഷൻസ് ക്രിയേറ്റ് ആയി ഒരു അപ്രോപ്രിയേറ്റ് പെർഫോമൻസ് മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപ്രൂവ്മെൻറ്റ് യൂസിങ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്, അതായത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്, അതായത് ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിക് അതുപോലെ ബിസിനസ് കസ്റ്റമർ ആൻഡ് എംപ്ലോയി കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ട്രാറ്റജിക് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്. ബിസിനസ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ ആവശ്യം എന്താണ്, വോട്ട് ദേ ആർ എക്സ്പെക്റ്റിംഗ്. അതുപോലെ എംപ്ലോയീസിനെ കുറിച്ച് മനസ്സിലാക്കുക, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൽ ചെയ്യുക. ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് the strategic business customer and employee context within which the improvement is to be made. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് മെയ്ഡ് ചെയ്യേണ്ടത് ബിസിനസ് എൻവിറോൺമെൻറ്റിലാണ്. സോ ആ ബിസിനസ് എൻവിറോൺമെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 സ്റ്റെപ്പ് സീക്വൻസ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നൗ എന്ത് ചെയ്യുക, കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ചിട്ടൊരു റിയലിസ്റ്റിക് വ്യൂ നമ്മൾ
ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയീസിൻ്റെന്നും കസ്റ്റമേഴ്സിൻ്റെന്നൊക്കെ ഫീഡ്ബാക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റുകൾ നടത്തുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് കമ്പയർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ടെക്നിക്സുകൾ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ ഒരു റിയലിസ്റ്റിക് വ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ് ഉണ്ടാവും, അതിലേക്ക് എങ്ങനെ മൂവ് ചെയ്യണം, അതിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുക. അതായത് പുതിയ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ, പുതിയ ഹയർ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഹൗ വി വിൽ അറ്റൈൻ ദ ന്യൂ ലെവൽ എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് തീരുമാനിക്കുന്നത്. ഡിഫൈൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മൂവിങ് ഫ്രം കറണ്ട് സിറ്റുവേഷൻ ടു ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് നമ്മുടെ വിഷൻ, എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ലെവൽ, എവിടെ ആയിരിക്കണം കമ്പനി ഫ്യൂച്ചറിൽ എത്തേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അതാണ് ഡെവലപ്ഡ് എ ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്. അത് ഉണ്ടാക്കിയാലാണ് നമുക്ക് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നൗ എന്താണ്, ഹൗ എങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ എത്താം, എവിടെ നമ്മൾ എത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യലാണ് എന്ത്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഡെവലപ്പ് എ ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ് ദാറ്റ് എംബാരസ് അവർ വിഷൻ, പർപ്പസ്, ഗോൾ, ആസ്പിറേഷൻ ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആ സ്റ്റേറ്റ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്യണം. സോ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ദെൻ ഇന്നത്തെ സിറ്റുവേഷനെ കുറിച്ചൊരു കൃത്യമായ ഒരു റിയലിസ്റ്റിക് വ്യൂ ക്രിയേറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഈ കറണ്ട് സിറ്റുവേഷനിൽ നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുക. ദെൻ എവിടെ എത്തണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുക. നമ്മുടെ വിഷനും പർപ്പസും ഗോളുകളൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആ ഫ്യൂച്ചർ ലെവലോ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതും ഡെവലപ്പ് ചെയ്യുക. അതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാരീറ്റോ അനാലിസിസ് ആണ്. പാരീറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 8/20 റൂൾ ഉപയോഗിച്ചിട്ട് ബിസിനസ് ഡിസിഷൻ എടുക്കുന്ന ഒരു ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരീറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. സോ പാരീറ്റോ അനാലിസിസ് ഈസ് ആൻ ടെക്നിക് യൂസ്ഡ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ 8/20 റൂൾ. 8/20 റൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ 80% ഓഫ് ബെനിഫിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, 20% ഓഫ് വർക്ക് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 80% ഓഫ് പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാം, 20% ഓഫ് കോസുകളെ ഐഡൻറ്റിഫൈ ചെയ്താൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പാരീറ്റോ അനാലിസിസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ 8/20 റൂൾ ഉപയോഗിച്ച് ബിസിനസ് ഡിസിഷൻ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, പാരീറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് വി ക്യാൻ അച്ചീവ് 80% ഓഫ് പ്രൊജക്ട് ബെനിഫിറ്റ് ഡൂയിങ് 20% ഓഫ് വർക്ക്. അല്ലെങ്കിൽ എന്താണ്, 80% ഓഫ് പ്രോബ്ലംസ് ആർ ട്രേസ്ഡ് ടു 20% ഓഫ് കോസസ്. അതായത് നമ്മൾ 80% പ്രോബ്ലത്തിനും കാരണം ഒരു 20% കാരണങ്ങളാണ് എന്നുള്ളതാണ് ഈ പാരീറ്റോ അനാലിസിസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. വിൽഫ്രെഡോ പാരീറ്റോ എന്ന് പറഞ്ഞ ഒരാളാണ്, അയാളുടെ ഒരു ബുക്കിൽ ഈ പാരീറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിൻ ചെയ്തത്. ഇതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ, പാരീറ്റോ അനാലിസിസിൻ്റെ മേജർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഇഷ്യൂവിൻ്റെ കോസുകൾ എന്താണെന്ന് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് മേ ബി എന്താണ്, ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്താണ്, ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഈ പ്രോബ്ലം വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സ്കോർ ദ പ്രോബ്ലത്തിന് സ്കോർ ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ
by assigning number to each one based on the level of impact on the കമ്പനി. അതായത് നമ്മൾ പ്രോബ്ലം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലത്തിനും കമ്പനിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഡിഫറെൻറ്റ് എഫക്റ്റുകളായിരിക്കും. സോ ഏറ്റവും കൂടുതൽ കമ്പനീനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് എന്ത് കൊടുക്കുക? ഹയർ സ്കോർ കൊടുക്കുക. അപ്പോൾ ആ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലത്തിനും നമ്മൾ എന്ത് ചെയ്യുക? സ്കോർ അസൈൻ ചെയ്യുക. സ്കോർ അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ പ്രോബ്ലം കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനനുസരിച്ച്, ലെവൽ ഓഫ് ഇമ്പാക്റ്റിനനുസരിച്ച് വേണം നമ്മൾ സ്കോർ കൊടുക്കാൻ. എന്തെങ്കിലും ഒരു നമ്പർ അസൈൻ ചെയ്താൽ മതി. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രോബ്ലത്തിന് ഹൈ സ്കോർ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. അതായത് നമുക്കറിയാം ഓരോ പ്രോബ്ലം മേ ബി റിലേറ്റഡ് ടു ഡിഫറെൻറ്റ്, കുറച്ച് കസ്റ്റമർ സർവീസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കും, കുറച്ച് സിസ്റ്റം ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ഓരോ പ്രോബ്ലം നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അങ്ങനെ ഗ്രൂപ്പുകളായി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ സ്കോർ കൊടുത്ത പ്രോബ്ലത്തിന് വേണം എന്ത് ചെയ്യാൻ? കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ. ആ പ്രോബ്ലം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കണം നമ്മുടെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. സോ അതായത് ആ പ്രോബ്ലത്തിലൊരു ഒരു 80% ഓഫ് പ്രോബ്ലത്തിനും കാരണം വെറും ഒരു 20% കോസ് ആയിരിക്കും. സോ ആ കാരണങ്ങളെ ഒഴിവാക്കാൻ പറ്റിയാൽ വി ക്യാൻ റിസോൾവ് 80% ഓഫ് പ്രോബ്ലം ഇൻ അവർ ഓർഗനൈസേഷൻ. സോ കൂടുതൽ സ്കോർ കൊടുത്ത പ്രോബ്ലംസിനെ ഒഴിവാക്കാൻ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് വി ഹാവ് ടു ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ. ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ അതിൻ്റെ കോസ് ലിസ്റ്റ് ചെയ്യുക, ദെൻ ആ പ്രോബ്ലത്തിന് സ്കോർ അസൈൻ ചെയ്യുക ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇമ്പാക്ട് ലെവൽ ഓൺ കമ്പനി, ദെൻ ആ പ്രോബ്ലത്തിനെ ഗ്രൂപ്പ് ചെയ്യുക ബേസ്ഡ് ഓൺ കസ്റ്റമർ സർവീസ് ഓർ സിസ്റ്റം ഇഷ്യൂ, ദെൻ എന്ത് ചെയ്യുക? ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യാം. അതാണ് ഇത് പറയുന്നത്. ഞാൻ അതിൻ്റെ യൂസ്ഫുൾനെസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഈ സെൻറ്റൻസ് ഓർത്ത് വയ്ക്കുക. ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ 8/20 റൂൾ. അതാണ് പാരിറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് 80% ഓഫ് എ പ്രൊജക്ട് ബെനിഫിറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡൂയിങ് 20% of work, or 80% of problems are traced to 20% of causes. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.